ആയിരക്കണക്കിന് കുടുംബങ്ങൾ കാത്തിരുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2.0 പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ 50,000-ത്തിലധികം ഭവനരഹിതർക്ക് വീടുകൾ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, കേരളത്തിന് ലഭിച്ചിരുന്ന വിഹിതം എത്രയാണ്, പഴയ അപേക്ഷകർക്ക് എന്ത് നേട്ടമുണ്ടാകും, എല്ലാം വിശദമായി നോക്കാം. ആദ്യം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി വീടില്ലാത്തവർക്കും സുരക്ഷിതമായ താമസ സൗകര്യമില്ലാത്തവർക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകി വീട് നിർമ്മിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് PMAYG. 2015 ഈ പദ്ധതി രാജ്യവ്യാപകമായി ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ ഈ പദ്ധതിയുടെ കീഴിൽ വീട് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടമായ PMAY 2.0 ആണ് നടപ്പിലാക്കുന്നത്. കേരളത്തിന് ലഭിച്ച വിഹിതം നോക്കുമ്പോൾ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന് ആദ്യഘട്ടത്തിൽ 50,000 വീടുകളുടെ വിഹിതമാണ് അനുവദിക്കാൻ സാധ്യത. ഇത് സംസ്ഥാനത്തിന് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നിരവധി വർഷങ്ങളായി കേരളം കൂടുതൽ വീടുകളുടെ വിഹിതം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് പലതവണ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ ഫലമായാണ് ഇപ്പോൾ കൂടുതൽ വീടുകൾ അനുവദിക്കുന്നതിലേക്ക് കേന്ദ്രം നീങ്ങുന്നതെന്നാണ് വിവരം. പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പാണ്. സാധാരണയായി ഏത് വിഭാഗക്കാർക്കാണ് മുൻഗണന ലഭിക്കുക എന്ന് നോക്കാം. സ്വന്തമായി വീടില്ലാത്തവർ, പൂർണ്ണമായും ഭവനരഹിതർ, തകർന്ന അവസ്ഥയിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ, അതിദരിദ്ര കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഭൂമിയുള്ള പക്ഷേ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ, ഇത്തരക്കാർക്കാണ് പ്രത്യേക പരിഗണന ലഭിക്കാനാണ് സാധ്യത. അപേക്ഷകർ അറിയേണ്ടത് നിരവധി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നത്. ഇതിന് അന്തിമ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും പുറത്തുവിടേണ്ടതുണ്ട്. എന്നാൽ സാധാരണയായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സർവേയും പരിശോധനയും നടത്തിയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. അതിനാൽ നിങ്ങളുടെ പ്രദേശത്തെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി സാമ്പത്തിക സഹായം ലഭിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ തുകയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. വീട് നിർമ്മാണ ചെലവിന്റെ വലിയൊരു ഭാഗം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് വഹിക്കുന്നത്. ചില ഘട്ടങ്ങളായി പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് സാധാരണ പിന്തുടരുന്നത്. കേരളം സാമൂഹ്യ വികസന രംഗത്ത് മുന്നിലാണ്. എന്നിരുന്നാലും സ്വന്തമായി സുരക്ഷിതമായ വീടില്ലാത്ത നിരവധി കുടുംബങ്ങൾ ഇന്നും സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും പഴകിയ വീടുകളിലും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലുമാണ് താമസിക്കുന്നത്. ഇവർക്കെല്ലാം PMAY 2.0 വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതി നിലവിലുണ്ട്. അതിനാൽ പലരും ചോദിക്കുന്നുണ്ട്, PMAYയും ലൈഫ് മിഷനും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് മിഷനും കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതിയും ഭവനരഹിതർക്ക് വീട് നൽകുക എന്ന ലക്ഷ്യമാണ് പിന്തുടരുന്നത്. ചില സാഹചര്യങ്ങളിൽ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും സംയോജിപ്പിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ വീട് ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2026 ഭവനരഹിതരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഘട്ടം നടപ്പാക്കുന്നത്. ഇതിനായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പുതിയ ഭവന വിഹിതങ്ങൾ അനുവദിച്ചു വരികയാണ്. കേരളത്തിനും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമിയുടെ രേഖകൾ, മൊബൈൽ നമ്പർ, ഔദ്യോഗിക അറിയിപ്പുകൾ വന്ന ശേഷം മാത്രമേ അപേക്ഷാ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യാജ വാർത്തകളിൽ വീഴാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. 50,000 വീടുകൾ അനുവദിക്കുമെന്ന വാർത്ത കേരളത്തിലെ ഭവനരഹിത കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വർഷങ്ങളായി സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്നവർക്ക് ഇത് സന്തോഷ വാർത്തയാണ്. പദ്ധതിയുടെ അന്തിമ മാർഗനിർദ്ദേശങ്ങളും ഗുണഭോക്തൃ പട്ടികയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരാനാണ് സാധ്യത. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ PMAY അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഫോമീഡിയ കേരളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.
കൂടുതൽ സർക്കാർ പ്രതിവാർത്തകൾക്കും ആനുകൂല്യ വിവരങ്ങൾക്കും ആദ്യം തന്നെ ലഭിക്കാൻ ഇൻഫോ മീഡിയ കേരളം സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.